രേഷ്മ ബാബു വിവരങ്ങളുമായി ചേരുകയാണ്. രേഷ്മ, കേരളത്തിൽ വർഷങ്ങളായി അധികാരത്തിലിരുന്ന രണ്ട് മുന്നണികൾ അവർക്ക് ആദിശങ്കരനോടോ അദ്ദേഹം മുന്നോട്ട് വെച്ച ആശയങ്ങളോടോ ഒന്നും തന്നെ ഒരിക്കലും യോജിക്കാൻ കഴിഞ്ഞിരുന്നില്ല. മാത്രമല്ല, കാലടിക്ക് ഏതൊക്കെ രീതിയിൽ കാലടിയെ പിന്നോട്ടടിക്കാമോ അതെല്ലാം അവർ ചെയ്തിട്ടുണ്ട്. കാരണം ഒരിക്കൽ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിന് ആദിശങ്കരൻ്റെ പേരിടണം എന്ന ഒരു ചർച്ച നടക്കുന്ന ഘട്ടത്തിൽ CPM-ഉം കോൺഗ്രസുമൊക്കെ അതിനെ രൂക്ഷമായി വിമർശിക്കുകയായിരുന്നു. ഭാരതത്തിൻ്റെ മുൻ രാഷ്ട്രപതിയായിട്ടുള്ള KR നാരായണൻ ഉൾപ്പെടെ അതിനെ എതിർത്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ നരേന്ദ്രമോദി സർക്കാർ അങ്ങനെയല്ല. പ്രധാനമന്ത്രി തന്നെ അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളിൽ എല്ലാം ആദിശങ്കരനെ പറ്റി അദ്ദേഹം എടുത്തെടുത്ത് പറയാറുണ്ട്. ഇപ്പോഴിതാ BJP ദേശീയ അധ്യക്ഷൻ ആദ്യമായി അദ്ദേഹം അധ്യക്ഷസ്ഥാനം ഏറ്റെടുത്ത് കേരളത്തിലേക്ക് എത്തുമ്പോൾ അദ്ദേഹം സന്ദർശിക്കുകയാണ് ആദിശങ്കരൻ്റെ ജന്മം കൊണ്ട് പവിത്രമായ കാലടി. പറയൂ, മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹം മാധ്യമങ്ങളെ കാണുമ്പോൾ ഉൾപ്പെടെ പറഞ്ഞത്? ഗൗതം പറഞ്ഞതുപോലെ തന്നെ ആദിശങ്കരനോടും അതോടൊപ്പം തന്നെ ജഗദ്ഗുരുവായിട്ടുള്ള ആദിശങ്കരൻ്റെ അദ്വൈത ദർശനത്തോടും എപ്പോഴും ഒരു വിമുഖത മനോഭാവം തന്നെയാണ് ഇടത് വലത് പാർട്ടികൾ സ്വീകരിച്ചിരുന്നത്. പക്ഷേ അതിനൊക്കെ തന്നെ അതിനെതിരായിട്ടുള്ള രീതിയിൽ, അതായത് ആദിശങ്കരനെ നെഞ്ചോട് ചേർത്ത് ആദിശങ്കരൻ്റെ ജന്മസ്ഥലമായിട്ടുള്ള ഈ പുണ്യപരിപാവനമായിട്ടുള്ള കാലടി ശൃംഗേരി മഠത്തിൽ ഏകദേശം അരമണിക്കൂർ സമയമാണ് BJP ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ ചെലവഴിച്ചത്. അദ്ദേഹം ആദിശങ്കരൻ്റെ മണ്ണിലേക്ക് 8:15 എത്തി. 8:50 അദ്ദേഹം ഇവിടെ നിന്ന് മടങ്ങിയത്. അദ്ദേഹം എത്തിയ സമയത്ത് ഇവിടുത്തെ BJP-യുടെ പ്രമുഖരായിട്ടുള്ള നേതാക്കളൊക്കെ തന്നെ അദ്ദേഹത്തെ സ്വീകരിച്ചു. അതോടൊപ്പം തന്നെ മഠത്തിലെ സന്യാസി വര്യന്മാരൊക്കെ തന്നെ അദ്ദേഹത്തെ സ്വീകരിച്ച് ആനയിച്ച് ക്ഷേത്രത്തിനുള്ളിലേക്ക് കൊണ്ടുപോയി. ശാരദാംബ ക്ഷേത്രത്തിലും ആദിശങ്കരന്റെ ക്ഷേത്രത്തിലും അദ്ദേഹം ദർശനം നടത്തി. ജഗദ്ഗുരുവിന് സമർപ്പിക്കപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴിപാടാണ് പാദപൂജ. ആ പാദപൂജയും അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ശ്ലോകമന്ത്രങ്ങളോടൊക്കെ തന്നെ ആണ് അദ്ദേഹം ആ പാദപൂജ നിർവഹിച്ചത്. അതിനുശേഷമാണ് അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടത്. അദ്ദേഹം പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. അതായത് കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട്, അവരുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ടാണ് താൻ പൂജയും അർച്ചനയും ഒക്കെ തന്നെ ഇവിടെ നടത്തിയിട്ടുള്ളത്. ആ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് കടിഞ്ഞാൺ പിടിക്കാനായിട്ട്, ചുക്കാൻ പിടിക്കാനായിട്ട് BJP എക്കാലവും പ്രതിജ്ഞാബദ്ധമാണ്. അതോടൊപ്പം തന്നെ നിതിൻ നബീന് കൃത്യമായിട്ടുള്ള ഒരു വ്യക്തതയുണ്ട് ഈ കേരളത്തിലെ ഇടതു വലത് മുന്നണികളുടെ പ്രവർത്തന രീതിയെക്കുറിച്ചും അവരുടെ നിലപാടുകളെക്കുറിച്ചും. അതായത് ഈ ശബരിമല സ്വർണ്ണ കവർച്ചയിൽ അല്ലെങ്കിൽ ശബരിമല വിഷയത്തിൽ പ്രതിപക്ഷവും ഭരണപക്ഷവും നടത്തുന്നത് രാഷ്ട്രീയ കളികളാണ്. ആ രാഷ്ട്രീയ കളികൾക്കെതിരെ താൻ അല്ലെങ്കിൽ BJP പോരാടും. ജനങ്ങൾക്ക് നീതി കൃത്യമായിട്ട് ഉറപ്പാക്കുക എന്നുള്ളൊരു ലക്ഷ്യമാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് ഉള്ളത്. അതുമാത്രവുമല്ല, വികസിത കേരളം എന്നുള്ള ലക്ഷ്യത്തിലേക്ക് മുന്നേറാനായിട്ട് എല്ലാ രീതിയിലുമുള്ള പിന്തുണയും BJP നൽകുന്നുണ്ട്. കേരളത്തിലെ ജനങ്ങൾക്ക് കേരളത്തിൻ്റെ വികസനത്തിൽ വലിയ രീതിയിലുള്ള ആശങ്കയുണ്ട്. അതുകൊണ്ട് ആ ആശങ്കയ്ക്ക് ഒപ്പം തങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെയാണ് വികസിത ഭാരതത്തിനോട് ചേർന്ന് തന്നെ വികസിത കേരളം എന്നുള്ള ആ സങ്കല്പത്തിലേക്ക് നടന്നെടുക്കുന്നത്. മാത്രമല്ല, കേരളത്തിലെ ജനങ്ങൾക്കൊപ്പം താൻ ഉണ്ട് എന്ന് ഊങ്ങി പറയുന്ന ഒരു സാഹചര്യമായിട്ടാണ്, അല്ലെങ്കിൽ അത്തരമുള്ള ആവർത്തിച്ച് അദ്ദേഹം നിതിൻ നബീൻ പറയുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ ശബരിമല സ്വർണ്ണ കവർച്ചയിലടക്കം കൃത്യമായിട്ട് BJP അവരുടെ നിലപാട് നേരത്തെ വ്യക്തമാക്കിയതാണ്. ഒരിക്കൽ കൂടി BJP ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ അത് വ്യക്തമാക്കിയിരിക്കുന്നു. ജനങ്ങൾക്കൊപ്പം ചേർന്നുകൊണ്ട് ശബരിമല സ്വർണ്ണ കവർച്ചയിൽ ആ സ്വർണ്ണ കവർച്ചയ്ക്ക് ചുക്കാൻ പിടിച്ചവർക്കെതിരെ നീതിക്ക് വേണ്ടിയിട്ട് പോരാടും. ഒപ്പം തന്നെ അവരെ ആരൊക്കെയാണ് ശബരിമല സ്വർണ്ണ കവർച്ചയിൽ ചുക്കാൻ പിടിച്ചവർ, അവരെയൊക്കെ തന്നെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനായിട്ട് ജനങ്ങളുടെ ആ പോരാട്ടത്തിനൊപ്പം ചേർന്ന് തന്നെയായിരിക്കും ഭാരതീയ ജനതാ പാർട്ടി ഉണ്ടാകുക. എല്ലാ ഘട്ടത്തിലും നീതി ഉറപ്പാക്കാനായിട്ട് BJP ഉണ്ടാകുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. അതിനുശേഷം 8:50 അദ്ദേഹം തൃശ്ശൂരിലേക്ക് പോയി. ഇവിടെ അരമണിക്കൂർ സമയമാണ് ഇവിടെ ചെലവഴിച്ചത്. ക്ഷേത്ര ദർശനത്തോടൊപ്പം തന്നെ ഈ ക്ഷേത്രത്തിൻ്റെ ചുമതലക്കാരായിട്ടുള്ള, മഠത്തിന് ചുമതലക്കാരായിട്ടുള്ള എല്ലാവരോടും, സന്യാസി വര്യന്മാരോടും ഒക്കെ തന്നെ അദ്ദേഹം ചില സംഭാഷണങ്ങളൊക്കെ നടത്തി. ഇവിടുത്തെ ചിട്ടവട്ടങ്ങൾ, പൂജാരീതികളൊക്കെ തന്നെ ചോദിച്ചറിഞ്ഞ ശേഷമാണ് അദ്ദേഹം മടങ്ങിയത്. കഴിഞ്ഞ ദിവസം തന്നെ അദ്ദേഹത്തിൻ്റെ പരിപാടികളിലൊക്കെ തന്നെ വലിയ രീതിയിലുള്ള പ്രവർത്തക പങ്കാളിത്തം ഉണ്ടായിരുന്നു. 2 ദിവസത്തെ കേരള സന്ദർശനം, നിതിൻ നബീൻ്റെ കേരള സന്ദർശനം നൽകുന്നത് വലിയ രീതിയിലുള്ള ഉണർവും ഉന്മേഷവും തന്നെയാണ് എല്ലാ പ്രവർത്തകർക്കും അതോടൊപ്പം തന്നെ അണികൾക്കും. ആ ഉണർവും ഉന്മേഷവും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നുള്ളതാണ് BJP-യുടെ ഒരു പ്രതീക്ഷ.
ഓക്കെ രേഷ്മ, BJP ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ ആദിശങ്കരന്റെ ജന്മം കൊണ്ട് പവിത്രമായ കാലടിയിൽ എത്തിയിരിക്കുന്നു. അവിടെ അരമണിക്കൂറോളം അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു. ക്ഷേത്ര ദർശനം ഉൾപ്പെടെ നടത്തിയാണ് മടങ്ങിയത്. മാധ്യമങ്ങളോട് സംസാരിക്കുന്ന വേളയിൽ ശബരിമല സ്വർണ്ണക്കവർച്ചയുമായി ബന്ധപ്പെട്ട് ഇരു മുന്നണികളും ഒത്തുകളിക്കുകയാണെന്നും BJP ഈ വിഷയത്തിൽ നിർണായകമായ ചില ഇടപെടലുകൾ നടത്തുമെന്നും നിതിൻ നബീൻ പ്രതികരിച്ചിരിക്കുന്നു.